വിജേഷ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കലാഭവൻ മണിയുടെ മരണം അന്വേഷിക്കുന്ന സംഘം വിപുലീകരിച്ചു. SP ഉണ്ണിരാജ തലവൻ. മണിയുടെ മരണത്തിന് കാരണമായ കീടനാശിനിയുടെ ഉറവിടം തേടി പോലീസ്. കീടനാശിനി ശരീരത്തിലെത്തിയത് ചാരായം വഴി ആയിരിക്കാം എന്ന നിഗമനം. ഔട്ട് ഹൌസിന് സമീപത്തു നിന്നും കണ്ടെത്തിയ കുപ്പി രാസപരിശോധനയ്ക്ക് അയച്ചു. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരും. 7 സീറ്റെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജനതാദൾ S. മത്സരിക്കാനില്ലെന്ന് R. ബാലകൃഷ്ണപിള്ള. റഷ്യയിൽ യാത്രാവിമാനം തകർന്നു വീണ് മരിച്ചവരിൽ 2 മലയാളികളും പെരുമ്പാവൂർ സ്വദേശികളായ ശ്യാം മോഹനും ഭാര്യ അഞ്ജുവും മരിച്ചതായി കുടുംബാംഗങ്ങൾക്ക് വിവരം ലഭിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 62 പേരും അപകടത്തിൽ മരിച്ചു. ഭൂമി കേരളം പദ്ധതിയുടെ മറവിൽ കായലോരം വൻകിട ഹോട്ടലിന് കൈമാറി. ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയ കളക്ടർക്കും സബ് കളക്ടർക്കും റവന്യൂ മന്ത്രിയുടെ ഭീഷണി. സർക്കാരിന് നഷ്ടമായത് കോടികൾ വിലമതിക്കുന്ന ഭൂമി. സംഭവത്തിൽ അഴിമതിയുണ്ടെന്ന് VS. T20 ലോകകപ്പിലെ സൂപ്പർ 10 പോരാട്ടത്തിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു. മഴ മൂലം വൈകിയ മത്സരം 18 ഓവറായി ചുരുക്കി. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരാൻ LDF യോഗത്തിൽ ധാരണയായി. അതേസമയം 7 സീറ്റുകളെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടതില്ലെന്ന് ജനതാദൾ S സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു. മുന്നണിക്ക് പുറത്തു നിൽക്കുന്നവർക്ക് സീറ്റുകൾ കൊടുക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ 8 സീറ്റുകൾ അധികം ആവശ്യമാണെന്നാണ് LDF കൺവീനർ വൈക്കം വിശ്വൻ യോഗത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അധികം സീറ്റുകൾ വേണമെന്ന കക്ഷികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല പല കക്ഷികളും ചില സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും കൺവീനർ പറഞ്ഞു. എന്നാൽ ഇതിനോട് അനുകൂലമായിട്ടല്ല ഘടകകക്ഷികൾ പ്രതികരിച്ചത്. ഇതോടെ ഉഭയകക്ഷി ചർച്ചകൾ തുടരാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു. വരും ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി അടുത്ത ആഴ്ചയോടുകൂടി സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് ധാരണ. ഇതിനിടയിൽ തന്നെ പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകും. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ടതും മാറ്റേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് കക്ഷികളുടെ അഭിപ്രായങ്ങൾ നാളെ അറിയിക്കണം. അതേസമയം കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടെന്ന് JDS സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. നേരത്തെ 5 സീറ്റുകൾ മത്സരിച്ച JDS ഇത്തവണ 2 സീറ്റുകളാണ് അധികം ആവശ്യപ്പെടുന്നത്. സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ CPIM, ശ്രീ VV രാജേഷ് BJP, ശ്രീ PM സുരേഷ് ബാബു കോൺഗ്രസ്, ശ്രീ A. സജീവൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, LDFിലെ സീറ്റ് ധാരണ ഇന്നുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. സീറ്റ് വിഭജനം പൂർത്തീകരിച്ചിട്ട് വേണമല്ലോ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങാനും. എന്തുകൊണ്ടാണ് ഇനിയും സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയാത്തത്? അത്ര വലിയ പ്രതിസന്ധി ഘടകകക്ഷികൾ തമ്മിലുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലില്ല. ഉഭയകക്ഷി ചർച്ച നടന്നു. ഇന്നിപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം പൊതുവായിട്ട് അവലോകനം ചെയ്തു. തുടർന്ന് ഇനിയും ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കുറച്ചുകൂടി സാവകാശം വേണ്ടി വരും. ഇപ്പോൾ തിരക്ക് പിടിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തി കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകേണ്ടതില്ലല്ലോ. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. മാത്രമല്ല UDFന്റെ ഒരു കാര്യവും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമില്ല. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഓരോ കക്ഷികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന കക്ഷികളൊക്കെ ആയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകളൊക്കെ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായും ശരിയായ രീതിയിൽ യോജിച്ച് പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നത്. ഒരു അങ്കലാപ്പിൻ്റെയും പ്രശ്നമില്ല, ഒരു തരത്തിലുള്ള സംശയവും അതിലുണ്ടാവേണ്ടിയില്ല. വളരെ നല്ല നിലയിൽ യോജിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഈ മാസത്തിൻ്റെ അവസാനം ഒടുവിലാകുമ്പോഴേക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ 2 മാസം, ഏതാണ്ട് ഒന്നര മാസത്തിലധികം ബാക്കിയിരിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാനാവുമെന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, മുസ്ലിം ലീഗിൻ്റെ 20 സീറ്റുകളിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണവും തുടങ്ങി. ചുവരെഴുത്തുകൾ വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. സ്ഥാനാർത്ഥികൾ നാട്ടുകാരെ കാണുന്നു. സാധാരണഗതിയിൽ ആദ്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ പൂർത്തീകരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഊർജ്ജസ്വലമായി ഇറങ്ങേണ്ടത് ഇടതു മുന്നണിയാണല്ലോ. ഇവിടെ അത് ഉണ്ടാകുന്നില്ല. പ്രതിപക്ഷ മുന്നണി എന്നുള്ള നിലയിൽ കൂടുതൽ അഡ്വാൻറ്റേജ് കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉണ്ടാകാറുമുണ്ട്. ആ സാഹചര്യം മുതലാക്കുന്ന വിധത്തിൽ എളുപ്പത്തിൽ ഈ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ പൂർത്തിയാക്കി നിങ്ങളുടെ പ്രകടന പത്രിക ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ച് ഇന്ന കാര്യങ്ങളാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ താമസം നേരിടുന്നത് എന്താണ്? അല്ല, താമസമൊന്നും നേരിടുന്നില്ല. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ കക്ഷികളെ സംബന്ധിച്ചും അവരെ ഉഭയകക്ഷി ചർച്ച നടത്തി ഓരോരുത്തർക്കും കൊടുക്കേണ്ടുന്ന സീറ്റുകളെ സംബന്ധിച്ച് വ്യക്തതയുണ്ടാക്കി സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രക്രിയ ഇതിൻ്റെ ഒപ്പം തന്നെ സമാന്തരമായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്.
ഇതെല്ലാം കഴിഞ്ഞ് അവസാനം സ്ഥാനാർത്ഥി നിർണ്ണയം അല്ല ഉദ്ദേശിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ കാര്യവും സീറ്റ് വിഭജനത്തിൻ്റെ കാര്യവും ഒപ്പം തന്നെ ചേർത്ത് മുമ്പോട്ടേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള പ്രവർത്തനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രികയ്ക്ക് അവസാന രൂപം നൽകുന്ന നിലയും സ്വീകരിക്കപ്പെടും. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ അറിയുന്നത് പോലെ കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി കൃത്യതയോടുകൂടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കേരളത്തിൻ്റെ വികസനത്തിൽ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെയും അതുപോലെ തന്നെ ഈ കേരളം പൊതുവായിട്ടുള്ള വികസനത്തെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു തടസ്സവുമില്ല. ഇവിടെ UDFന്റെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവിടെ ഉഭയകക്ഷി ചർച്ചയും അതുപോലെ തന്നെ UDFന്റെ ചർച്ചയും ഇനി അതിൻ്റെ എല്ലാം അവസാനം കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന ചർച്ചയും ഒക്കെ തന്നെ എവിടെയും എത്താതെ നിൽക്കുകയാണ്. അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഞങ്ങളെന്തോ ഇവിടെ കാര്യം ശരിയായിട്ടില്ല എന്നുള്ള നില സ്വീകരിക്കുന്ന ഒരു പ്രചരണ പ്രവർത്തനത്തിനും അടിസ്ഥാനമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനാ പ്രവർത്തനം ഒഴിച്ചു വെച്ചുകൊണ്ടുള്ള സീറ്റ് ചർച്ചയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിൽ അങ്ങനെയാണ് ആ കാര്യത്തിൽ ഇടതു മുന്നണിയുടെ രാഷ്ട്രീയമായ ഓരോ മണ്ഡലത്തിലെയും സാഹചര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്നത്. ശ്രീ A. സജീവൻ, മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിലേക്ക് കടന്നിട്ടില്ല, സീറ്റ് വിഭജനം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല, മെയ് 16 തെരഞ്ഞെടുപ്പുള്ളൂ എന്ന സാവകാശം അവർ ഉപയോഗിക്കുന്നതാണോ, അതോ സീറ്റ് വിഭജനം എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്തത്ര വലിയ സങ്കീർണമായ സാഹചര്യം ഈ രണ്ട് മുന്നണികളിലും ഉണ്ടോ? സീറ്റ് വിഭജനം ഒരു വലിയ സങ്കീർണ പ്രശ്നമോ കീറാമുട്ടിയോ ആണെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഏത് തെരഞ്ഞെടുപ്പ് വേളയിലും ഉണ്ടാവുന്നതാണ് ഈ തർക്കം. സീറ്റുകൾ കൂടുതൽ ചോദിക്കും, ഘടകകക്ഷികൾ സീറ്റുകൾ കൂടുതൽ ചോദിക്കും. ആ മുന്നണിയിലെ മുഖ്യകക്ഷിക്ക് പലപ്പോഴും ഈ സീറ്റ് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. പലപ്പോഴും അവസാന ഘട്ടത്തിൽ പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്ന് വരും. ഇത് UDFിലാണെങ്കിലും LDFിലാണെങ്കിലും ഈ സീറ്റ് വിഭജനത്തിൻ്റെ പേരിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്തവണത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആവശ്യത്തിലേറെ സമയം കിടക്കുന്നു. 2.5 മാസത്തോളം മുന്നിൽ കിടക്കുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. അങ്ങനെ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥ നമുക്കറിയാം. ഒരു ദിവസത്തെ തെരഞ്ഞെടുപ്പ് ചെലവ് എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. അത് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങണമെങ്കിൽ മിക്ക കക്ഷികൾക്കും, ഇപ്പോൾ ചില കക്ഷികൾക്കൊക്കെ സാധിച്ചേക്കാം, പക്ഷേ അത് എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം ആദ്യമേ നടത്തിയിട്ട് കുറേ വോട്ടുകൾ നേടിയെടുക്കാമെന്ന് ഒരു മുന്നണിയും ഒരു സ്ഥാനാർത്ഥിയും ഒരു പാർട്ടിയും വിചാരിക്കുന്നില്ല. പിന്നെ ഈ പ്രശ്നങ്ങൾ കിട്ടുന്നിടത്തോളം സമയങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളും വിലപേശലുകളും ഒക്കെ നടന്നേക്കാം. കൂടുതൽ സീറ്റ് വേണമെന്ന് ഇപ്പം LDFിലാണെങ്കിൽ CPI ഇത്തവണ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടു. തീർച്ചയായും എല്ലാവർക്കും ക്ലെയിമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജനതാദൾ എസിന്റെ നിലപാട് വിശദീകരിക്കാൻ ശ്രീ മാത്യു ടി തോമസ് ഉണ്ട് ടെലിഫോണിൽ. ശ്രീ മാത്യു ടി തോമസ്, ഉഭയകക്ഷി ചർച്ചകൾക്കും ഇന്നു ചേർന്ന LDFനും സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അത്ര വലിയ തർക്കമുണ്ടോ LDFിൽ? എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖ്യകക്ഷിയുമായി ഇതേവരെ ധാരണയിലെത്താത്തത്? ധാരണയിലെത്താത്തതിന്റെ കാരണം വളരെ ലളിതമാണ്. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി ആലോചിച്ച് ചോദിച്ച സീറ്റുകൾ തരാമെന്ന് പറയുന്ന സീറ്റുകളും തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മ അത് നിലനിൽക്കുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതില് ചോദിച്ച സീറ്റുകളിൽ ഉറച്ചു നിൽക്കുകയും അത് എല്ലാ ഘടകകക്ഷികളും ഈ മുന്നണിയുമായി സഹകരിക്കുന്ന പാർട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ സീറ്റുകളിൽ കുറവ് വരുത്തി സഹകരിക്കണമെന്ന LDF നേതൃത്വം കൊടുക്കുന്ന CPMന്റെ ഒരു ആവശ്യം ഇവിടെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്നുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ പ്രായോഗികമായിട്ടുള്ള. അല്ല, അതൊരു കീറാമുട്ടിയാണോ ശ്രീ മാത്യു ടി തോമസ്? നിങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച മിക്കവാറും സീറ്റുകളൊക്കെ നൽകും, ചിറ്റൂർ കൂടി നൽകാൻ അവർ സന്നദ്ധരല്ലേ? അതിന് പകരം തോൽക്കുന്ന ഒരു സീറ്റ് അങ്ങ് വിട്ടുകൊടുത്താൽ പോരെ? അതിലെന്താണ് ഇത്ര തർക്കം? അങ്ങനെ പാർട്ടി താല്പര്യങ്ങൾ വ്യതിചലിച്ചുകൊണ്ട് സീറ്റ് അങ്ങനെ ലഘുവായി വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളണം. ഞങ്ങളോട് ഒരു സീറ്റും വിട്ടുകൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ മത്സരിച്ച സീറ്റുകൾ ഒന്നും തന്നെ വിട്ടുകൊടുക്കുകയില്ല. അധികമായി സീറ്റുകൾ കിട്ടാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അധികമായി എത്ര സീറ്റ്? അല്ല, അത്രയും വിശദാംശങ്ങൾ ഞാൻ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത് ഭംഗിയാവില്ല. ഞങ്ങളുടെ മുന്നണിയിലെ ചർച്ചകളുടെ വിശദാംശങ്ങൾ. അതെ, അത് ശരിയാണ് ശ്രീ മാത്യു ടി തോമസ്. ഇവിടെ കൂടുതൽ സീറ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, തീർച്ചയായും ശ്രീ മാത്യു ടി തോമസ്, ഈ ജനതാദളിൽ പിളർപ്പ് വന്നതിന് ശേഷം LDFിൽ തുടർന്ന വിഭാഗമായ നിങ്ങളോട്
കഴിഞ്ഞ തവണ പരമാവധി അനുഭാവം കാട്ടിയ പാർട്ടിയല്ലേ CPIM? ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ വഴക്കുണ്ടാക്കി കോട്ടയം സീറ്റ് വാങ്ങിച്ചു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ മത്സരിച്ച് ജയിച്ച എല്ലാ സീറ്റുകളും നൽകാൻ സന്നദ്ധവുമാണ്. പിന്നെ ഒരു മുന്നണി ബന്ധത്തിൽ കാലുഷ്യമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കില്ലേ? അല്ല, മത്സരിച്ച് ജയിച്ച സീറ്റുകൾ മാത്രം മത്സരിച്ചാൽ LDF ആകെ 65 സീറ്റിലല്ലേ മത്സരിക്കുള്ളൂ. തോറ്റ സീറ്റുകൾ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണ LDF ആകെ വിജയിച്ചത് 68 സീറ്റിലാണ്. അതിൽ RSP പോയി കഴിഞ്ഞു. മറ്റേ ഒരു MLA കൂറുമാറി അപ്പുറത്ത് പോയതിനു ശേഷം 65 സീറ്റിൽ മാത്രമാണ് LDF ഇപ്പൊ ജയിച്ചു നിൽക്കുന്നത്. അപ്പൊ ജയിച്ച സീറ്റുകൾ മാത്രമല്ലല്ലോ LDF മത്സരിക്കേണ്ടത്. കഴിഞ്ഞ തവണ ജയിക്കാത്ത സീറ്റുകളിൽ കൂടി LDF മത്സരിച്ച് അവിടെയും സീറ്റുകൾ നേടി ഈ 70 സീറ്റുകളുടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമല്ലേ ഞങ്ങൾ? അല്ല, അതെ, ന്യായമാണ്. പക്ഷേ താങ്കൾക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ മുന്നണിയിൽ ഇല്ലാത്ത എന്നാൽ ഇത്തവണ സീറ്റ് കൊടുക്കേണ്ട കുറേ അധികം ആളുകളുണ്ടല്ലോ. ഔദ്യോഗികമായി അവർ LDFന്റെ ഘടകകക്ഷികളല്ല, പക്ഷേ അവരെ കൂടി ഉൾക്കൊള്ളാം എന്നുള്ളതാണ് CPIM സ്വീകരിക്കുന്ന നിലപാട്. അങ്ങനെ വരുമ്പോൾ ഈ RSP പോയ സീറ്റ് പോരാതെ വരും. ആ സാഹചര്യമൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അതല്ലാതെ ഇതെല്ലാം ഇനി ആര് വന്നാലും അവർക്കൊക്കെ CPIM സീറ്റ് കൊടുത്തോണം, ഞങ്ങൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണോ? ിന്റെ മാത്രം നിലപാടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവായ നിലപാടാണ് മുന്നണിയുമായി സഹകരിക്കുന്ന ആളുകളെ സീറ്റ് വിഭജനത്തിന് പങ്കാളിത്തം കൂടി നൽകി. അവിടെ കഴിഞ്ഞ തവണയേക്കാൾ ശക്തി വർദ്ധിച്ച ഒരു പാർട്ടി എന്ന നിലയിലും കഴിഞ്ഞ തവണ 5 സീറ്റിൽ മത്സരിച്ച് 4 സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടി എന്ന നിലയിലും ജനതാദൾ എസിന് ഒരു പ്രത്യേക പരിഗണന കിട്ടണം എന്ന ആവശ്യമാണ് ഞങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അക്കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റുകളാകാമല്ലോ, അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ. അല്ല, ഇടതുപക്ഷ ജനാധിപത്യമുള്ള സീറ്റ് വിഭജനം ചർച്ചകൾക്കൊടുവിൽ പൂർത്തിയാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളും ഒരു നീതിപൂർവമായ സീറ്റ് വിഭജനം ഉണ്ടാകണമെന്നാണ് പ്രവർത്തിക്കുകയും ചെയ്യുക. ഒരിക്കലും ഇടതുപക്ഷ മുന്നണിയിൽ ഒരു കീറാമുട്ടിയായി ഈ പ്രശ്നം ഇന്ന് അവശേഷിക്കില്ല. നിരന്തരമായ ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, കാലുഷ്യമുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ CPIMന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ചയായി മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടക്കുന്നത്. ചിലയിടങ്ങളിൽ അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് ചില വിഷമങ്ങളുണ്ട്. എന്തായാലും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ പേരുകളും ചർച്ചയും ഒക്കെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആലോചിക്കാൻ പോലും തുടങ്ങിയിട്ടില്ലേ? സിറ്റിംഗ് MLA-മാരൊക്കെ വീണ്ടും മത്സരിക്കുമെന്നൊരു പൊതുധാരണ ഉള്ളതായി കേൾക്കുന്നു. അതിനപ്പുറത്ത് സ്ഥാനാർത്ഥി നിർണയമൊക്കെ തുടങ്ങേണ്ട സമയമായി എന്ന് തോന്നുന്നില്ലേ? സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, പതിവിൽ കവിഞ്ഞ സമയം രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ വന്നു. സ്വതവേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരിക. ഒരുപാട് സമയം ഇനിയുണ്ട്. ഇനിയും ഇക്കാര്യത്തിലെടുത്താൽ 55 ദിവസത്തോളം ഇനിയും കിടക്കുകയാണ് നമ്മൾ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാൻ തന്നാൽ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് തീരെ പ്രോസസ്സ് ഒന്നും നടത്താതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയൊന്നുമല്ല. ജില്ലകളിൽ KPCCയിൽ നിന്ന് 2 പേരെ പറഞ്ഞയച്ച് DCC പ്രസിഡന്റുമാരെ കൂടി ഇരുത്തി കോൺഗ്രസിന് മത്സരിക്കാനിടയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ മത്സരിപ്പിക്കേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റ് KPCCയിൽ കൊണ്ടുവന്നു. KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി ഇരുന്നു കൊണ്ട് DCC പ്രസിഡന്റുമാരെയും ഈ പോയ അംഗങ്ങളെയും കൂടി കൂട്ടി വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് അതിനകത്തൊരു ക്രോഡീകരണം നടത്തി. ആ ക്രോഡീകരിച്ച ലിസ്റ്റ് AICCക്ക് നേരത്തെ തന്നെ അയച്ചു കൊടുത്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മിറ്റി കൂടിയിട്ട് അയച്ച ലിസ്റ്റും അതുപോലെയുള്ള കാര്യങ്ങളും അവർക്ക് കൈമാറി. ഇന്ന് ചേരാനിരുന്നതായിരുന്നു വീണ്ടും ഇലക്ഷൻ കമ്മിറ്റി. ഇന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മുകുൾ വാസനിക്കിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ കഴിയാത്തൊരു പ്രയാസം വന്നപ്പോൾ അത് 21ലേക്ക് മാറ്റി. അങ്ങനെ കോൺഗ്രസ് അതിന്റെ സ്ലോ പ്രോസസ്സിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി, ആ പ്രക്രിയ തുടരുകയാണ്, പോകുന്ന ഒരു സ്ഥിതിയല്ല. ശ്രീ VV രാജേഷ്, എന്താണ് BJPയുടെ അവസ്ഥ? BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ള രൂപത്തിൽ കഴിഞ്ഞ ഒരു മാസമായി 3ഓ 4ഓ തവണ വാർത്ത വരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ 22 പേരുടെ പേരുമായി പോയിട്ടും അത് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇപ്പോൾ മിണ്ടിപ്പോകരുത് എന്ന് പറയുകയാണ്. എന്താണ് BJP ആദ്യം രംഗത്തേക്ക് വരും, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ?
സൗണ്ട് കട്ടായല്ലോ. ഇല്ല, പറഞ്ഞോളൂ. BJP ആദ്യം രംഗത്ത് വരും എന്ന് പറഞ്ഞത് ആദ്യം രംഗത്ത് വരുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞങ്ങൾ ആദ്യം തന്നെ രംഗത്ത് വന്നു. ആദ്യം രംഗത്ത് വരും എന്നുള്ളതിനർത്ഥം സ്ഥാനാർത്ഥികളെല്ലാം ആദ്യത്തെ ദിവസം തന്നെ വോട്ട് ചോദിക്കും എന്നുള്ളതല്ല. സംഘടനാ സംവിധാനം ആദ്യം തന്നെ രംഗത്ത് വന്നു, വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറുകയാണ്. ഇവിടെ അഭിലാഷ് പറഞ്ഞ കേന്ദ്ര നേതൃത്വവുമായി സംസ്ഥാന നേതൃത്വം ഒരു സ്വാഭാവിക പ്രോസസ്സ് എന്നുള്ളതിലേക്ക് ചർച്ച നടത്തുന്നു എന്നുള്ളത് ശരിയാണ്. ഇനി മിണ്ടിപ്പോകരുത് എന്നതൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞു എന്നും താങ്കളുടെ വാദഗതിയോട് ഞാൻ യോജിക്കുന്നില്ല. BJP ഇന്ന് വരെ കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ടതിനേക്കാൾ വളരെ ഗൗരവപൂർവ്വം ഞങ്ങൾക്ക് വളരെ അടിത്തറയുള്ള സഖ്യകക്ഷികളെ കൂടി ലഭിച്ച ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് സ്വീകാര്യരായിട്ടുള്ള പാർട്ടിയുടെ ജനകീയ അടിത്തറയുള്ള നേതാക്കന്മാരോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും സാംസ്കാരിക കലാരംഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ കൂടി അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക വരാൻ പോകുന്ന ദിവസങ്ങൾക്ക് ഉടൻ തന്നെ പുറത്തിറങ്ങും. അതിന്റെ വ്യക്തമായിട്ടുള്ള മാർഗ്ഗരൂപം ആയിക്കഴിഞ്ഞു. അഭിലാഷ്, ശരി. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, എല്ലാ ഘടകകക്ഷികളും അധികം സീറ്റ് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് സാഹചര്യം. അതേസമയം CPIM കാണുന്നത് 8 സീറ്റ് ഇനിയും വേണം, മുന്നണിക്ക് പുറത്തുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളണമെങ്കിൽ എന്നുള്ളതാണ് എന്ന് തോന്നുന്നു, അങ്ങനെ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും സീറ്റിനെ ചൊല്ലി ഘടകകക്ഷികൾ മുന്നണി വിട്ട ചരിത്രം ഇടതുമുന്നണിയെ സംബന്ധിച്ചാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSP മുന്നണി വിടുന്നത് നമ്മൾ കണ്ടു. അതിനു മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീരേന്ദ്രകുമാർ നേതൃത്വം നൽകുന്ന ജനതാദൾ മുന്നണി വിടുന്നത് നാം കണ്ടു. കഴിഞ്ഞ തവണ ഈ RSP പോയ സാഹചര്യത്തിൽ JDS സമ്മർദ്ദം ചെലുത്തിയപ്പോൾ കോട്ടയം സീറ്റ് JDSന് കൊടുക്കേണ്ടി വന്നത് നമ്മൾ കണ്ടു. സമാനമായ തരത്തിലുള്ള പിടിവാശിയും വഴക്കുമൊക്കെ ഇടതുമുന്നണിയിൽ ഇക്കുറി പ്രതീക്ഷിക്കണം. ഒരു വഴക്കും പ്രശ്നമൊന്നും ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്നവർക്കെല്ലാം നിരാശയുണ്ടാവുന്നതായിരിക്കും അവസാന ഘട്ടം വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം എടുക്കുന്ന നിലപാട്. അതുകൊണ്ട് ഇവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നുള്ളത് ശരി. 140 നിയോജക മണ്ഡലങ്ങളിലല്ലേ നമുക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കുള്ളൂ. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണയുമായിട്ട് UDFന്റെ ഭാഗമായിട്ട് നിന്നവർ ഉൾപ്പെടെ തിരിച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് വരുന്നവരും എല്ലാം ചേർന്ന് നിൽക്കുകയാണല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴേ എല്ലാവർക്കും സീറ്റ് അത് ഫലപ്രദമായിട്ട് വീതിച്ച് യോജിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് വരുന്നതിനുള്ള ചെറിയ സാവകാശം മാത്രമേ ആവശ്യമുള്ളൂ. ആ സാവകാശം ലഭിക്കും. അത് കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യും. ഇതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ അകത്ത് ഒന്നും ഒരു കാര്യവും നിർവഹിക്കാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എല്ലാ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ തലങ്ങളിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ യോജിച്ച് മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മണ്ഡലം അടിസ്ഥാനത്തിലുള്ള കൺവെൻഷൻ സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി മാത്രമേ പൂർത്തിയാവുള്ളൂ. ബാക്കി എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മിഷണറി സംഘടനാ പ്രവർത്തനങ്ങളാകെ കേരളത്തിലുടനീളം ഈ വരുന്ന ദിവസങ്ങളോടുകൂടി പൂർത്തിയാക്കാൻ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിൻ്റെ അകത്തോ രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനത്തിൻ്റെ അകത്തോ ഒരു വീഴ്ചയും വരാതെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ നമ്മുടെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഒപ്പം ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്ന ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് പൊതുവായിട്ട് അവലോകനം ചെയ്തു. ഇനിയും ഉഭയകക്ഷി ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകും. വളരെ വേഗം തന്നെ ആവശ്യമായ നിലപാടിലേക്ക് തീരുമാനത്തിലേക്ക് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിച്ച് കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് താഴെ നടക്കേണ്ട സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഒന്നും ബാധിക്കുന്ന നിലയല്ല ഉള്ളത്. അതെല്ലാം അപങ്കുരം തുടർന്ന് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ സംഘടനാപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന ചിത്രം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനത്തിന്റെ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ശരി, തുടരുക ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. ശ്രീ A സജീവൻ, സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജനമാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയമാണ് ഏറ്റവും അവസാനം നടക്കാറ്. നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന ദിവസമോ പത്രിക പിൻവലിക്കാനുള്ള ദിവസമോ ഒക്കെ ആയിരിക്കും അന്തിമമായി ഇവരാണ് സ്ഥാനാർത്ഥികൾ എന്ന് അറിയാൻ സാധിക്കുക പല ഘട്ടങ്ങളിലും. നമ്മൾ പത്രങ്ങളിലൊക്കെ എഴുതുന്ന തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിൽ തന്നെ പ്രചരണത്തിൻ്റെ ആദ്യ റൗണ്ടിൽ ഇടതുമുന്നണിക്കായിരുന്നു മുൻതൂക്കമെങ്കിലും പിന്നീട് UDFും ഒപ്പത്തിനെത്തി എന്നുള്ളതാണ് പരമ്പരാഗതമായ വാചകം തന്നെ. ആദ്യം രംഗത്തെത്തുക എന്നുള്ളത്
യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ആനുകൂല്യം നൽകുന്നുണ്ടോ? ഇത്തവണ ആദ്യം രംഗത്തെത്തിയത് ലീഗാണ്. അങ്ങനെ ആ ആദ്യം രംഗത്തെത്തുക എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണോ? ഇത്തവണ പ്രത്യേകിച്ചും ആദ്യം രംഗത്തെത്തിയത് കൊണ്ട് പ്രത്യേക ഗുണമൊന്നും കിട്ടാൻ ഇല്ല. കാരണം കുറേ സമയമുണ്ട്. ഈ സമയത്തിനിടയിൽ മണ്ഡലത്തിൽ എത്ര തവണ പര്യടനം നടത്താൻ പറ്റും, എത്ര പ്രചരണം നടത്താൻ പറ്റും? സാമ്പത്തികമായിട്ട് വളരെയധികം ക്ഷീണമുണ്ടാക്കുന്ന ഒന്നാണ് ഇത്രയും കാലം 63 ദിവസം മുന്നിൽ കിട്ടുന്ന ഒരവസ്ഥ. അതൊരു വലിയ ക്ഷീണം തന്നെയാണ്. അപ്പം ആദ്യം രംഗത്ത് വരിക എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു പല പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ കാലതാമസം ബോധപൂർവമായി തന്നെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും CPM-ൻ്റെ കാര്യത്തിലാണെങ്കിലും നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മുന്നണികൾ തമ്മിലുള്ള വീതം വെപ്പിൻ്റെ കാര്യമാണ്. അതിൻ്റെ ഒരു കാലതാമസവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാവുന്നതാണ്, നേരത്തെ രംഗത്തിറങ്ങിയ എത്ര സ്ഥാനാർത്ഥികൾ അവസാനം തോറ്റുപോയിട്ടുണ്ട്. അപ്പോൾ അതല്ല, ആളുകൾക്കിടയിൽ എങ്ങനെ ആളുകളുടെ മനസ്സ് പിടിച്ചെടുക്കാവുന്ന രൂപത്തിലുള്ള സ്ഥാനാർത്ഥിയെ വയ്ക്കുക, അതിന് പറ്റിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ സാമുദായികമായിട്ടുള്ള പിന്തുണ ഉണ്ടാക്കുക. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് 2011 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2016 ഉണ്ടാവുന്നത് സാമുദായിക ധ്രുവീകരണം കൂടുതലായിട്ടുണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ CPM പോലും ഇടതുപക്ഷം പോലും പലപ്പോഴും ചില സാമുദായിക ശക്തികളെ പിന്തുണയ്ക്കുക, അവരുടെ പിന്തുണ തേടാനോ അവരെ പ്രീണിപ്പിക്കാനോ ഒക്കെയുള്ള ശ്രമം നടത്താൻ അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾ വയ്ക്കുന്നത്. കാരണം അത്ര രൂക്ഷമായ രൂപത്തിൽ ഇവിടെ 3 സമുദായങ്ങളും ധ്രുവീകരണ രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് BJP-യുടെ വരവ്, പിന്നെ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ PDS എന്ന പുതിയ പാർട്ടി, ഇവരൊക്കെ സാമുദായികമായിട്ടുള്ള ധ്രുവീകരണങ്ങളാണ്. ഈ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മറികടക്കുന്ന രൂപത്തിൽ അതിൽ എത്രമാത്രം നേട്ടമുണ്ടാക്കാൻ കഴിയും, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഈ സമുദായങ്ങൾ പിന്തുണ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ CPM ചെയ്യുന്ന പോലെ മലയോര വികസന മുന്നണിയെ സഹായിക്കുന്ന രൂപത്തിൽ നിൽക്കുക, മറ്റ് സഭകളുടെ പിന്തുണ തേടുക, സഭകളുടെ പിന്തുണയുള്ള പാർട്ടികളുടെ പിന്തുണ തേടുക, അവരെ ഒപ്പം കൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതേ കാര്യം തന്നെയാണ് UDF-ഉം ചെയ്യുന്നത്. UDF കേരള കോൺഗ്രസുകളെയും ലീഗിനെയും ഒക്കെ പിന്തുണയ്ക്കുന്നത്, അവരുടെയൊക്കെ ഒപ്പം നിർത്തുന്നതിന് കാരണം തന്നെ ഒരു വിഭാഗത്തിൻ്റെ വേണം. ഇവിടെ മറുപക്ഷത്ത് BJP-യെ പോലുള്ള ആളുകൾ, BJP-യെ പോലുള്ള പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ്. അവർ ഭൂരിപക്ഷ സമുദായത്തെ മുഴുവൻ തങ്ങളുടെ കൊടിക്കീഴിലും തങ്ങളുടെ കാൽക്കീഴിലുമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ മൊത്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിലാര് വിജയിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുരേഷ് ബാബു, ഇത്തവണ ശരി, നിങ്ങൾ ലീഗുമായിട്ടുള്ള സീറ്റ് ധാരണ നേരത്തെയായി, ഇനി കേരള കോൺഗ്രസ് പോലെയുള്ള കക്ഷികളുണ്ട്, അതും വരുന്ന ചർച്ചകളിൽ തീരുമാനമായി മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാം. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പരമ്പരാഗതമായ രീതിയിൽ മതിയോ ഇത്തവണയും? സാധാരണ മണ്ഡലങ്ങൾ ജയിച്ച MLA-മാർ കുത്തകയാക്കി വെക്കുക, അവർക്ക് വീണ്ടും സീറ്റ് കിട്ടുക, പിന്നെ ഹൈക്കമാൻഡിൽ നിന്ന് ഒരു ലിസ്റ്റ് വരിക, പുട്ടിന് പീര പോലെ കുറച്ച് യുവ പ്രാതിനിധ്യം, സാമുദായിക താല്പര്യം, ഇതൊക്കെ ചേർത്ത് ഇറക്കുന്ന ഒരു സാധാരണ സ്ഥാനാർത്ഥി പട്ടികയുണ്ടല്ലോ. അത് മതിയാകുമോ ഇത്തവണ? കാരണം ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം വിഭിന്നമാണ്. BJP-യുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് മാത്രമല്ല, ഇടതുപക്ഷം പലയിടങ്ങളിലും രാഷ്ട്രീയ ബാഹ്യമായി പൊതുസമ്മതരെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെ മാറുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ കാലത്തും നടത്തുന്നത് പോലെയുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി പോയാൽ ഇത്തവണ തുടർ ഭരണം എന്നൊക്കെ അവകാശപ്പെടുന്ന രീതിയിലേക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമോ കോൺഗ്രസിന്? ശ്രീ PM സുരേഷ് ബാബു. കോൺഗ്രസ് ഇതിനകത്ത് എടുക്കുന്നൊരു സമീപനം തുടർഭരണം ലക്ഷ്യമാക്കി വിന്നബിലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ്. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണ്? BJP ആ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണെന്ന് പറഞ്ഞു. കുറേ സ്ഥാനാർത്ഥികളുടെ പേരും അവരവിടെ ഇവിടെയൊക്കെ പ്രഖ്യാപിച്ചു. ആഴ്ചകൾ കൊണ്ട് പലയിടങ്ങളിലും അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ മാറ്റുന്ന ഒരു സ്ഥിരതയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? യഥാർത്ഥത്തിൽ ഒരു കോമ്രേഡിനെ വെച്ച്, ഒരു സഖാവിനെ വെച്ച് മത്സരിപ്പിക്കാൻ പോലും ശക്തിയില്ലാത്ത വിധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റിന്റെയും ഈ മുന്നണിയുടെയും മുമ്പിൽ പരാജയം സമ്മതിക്കുകയാണ്. എന്നിട്ട് അവർക്ക് വിന്നബിലിറ്റിയുടെ പേരിൽ ഏതെങ്കിലും സ്വതന്ത്രന്മാരെ, സിനിമാ നടി KPSC ലളിതയെ, വീണ ജോർജിനെ, പിന്നെ നികേഷ് കുമാറിനെ, ഇങ്ങനെ പലരെയും ഒക്കെ പരതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. അപ്പോൾ സ്വന്തം ഒരു സ്ഥാനാർത്ഥിയെ, പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ച
പാർട്ടിയിൽ ജനസമ്മതിയുള്ള ആളുകളെ വെച്ച് മത്സരിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായിരിക്കുന്നു. ഇന്റർ കോൺട്രഡിക്ഷൻ കൊണ്ട് ആ സഖ്യത്തിന്റെ ഒരു ബലത്തിൽ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് കൂടി അവിടെ മത്സരിക്കാനോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനോ കഴിയാതെ BJP മുന്നണി അപ്പുറത്ത് നിൽക്കുന്നു. ഞങ്ങൾ ഇതിന്റെ പ്രോസസ്സുമായിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും എവിടെയും അവശേഷിക്കുന്നില്ല. സ്ഥാനാർത്ഥിയുടെ പ്രോസസ്സ് നടന്നു. ഇനി ഹൈക്കമാൻഡിലേക്ക് ഇവിടെ 21-ാം തീയതി വെച്ച് ഇവിടെ ഒരു തീരുമാനമായാൽ ഹൈക്കമാൻഡ് പോവും. അവിടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്. ആ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനവും അവിടെ പാർലമെന്ററി ബോർഡ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകി. അതാണ് ഞങ്ങളുടെ സിസ്റ്റം. ആ സിസ്റ്റത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി രംഗത്തേക്ക് വരും. അത് തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണത്തിന് അനുകൂലമായ ഒരു വിജയ സാധ്യതയും ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ആത്മവിശ്വാസം. ശ്രീ VV രാജേഷ്, നിങ്ങൾക്ക് പുതുതായി കിട്ടിയ BDJS എന്ന ഘടകകക്ഷി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ബാധ്യതയാണോ ഇപ്പോൾ പിന്നോട്ട് വലിക്കുന്നത്? നിങ്ങൾ പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ ചെങ്ങന്നൂരും തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും കഴക്കൂട്ടവും മാവേലിക്കരയും ഒക്കെ അവർ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ നാളെ നീളെ എന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥി പട്ടിക പോകുന്നതെന്നാണ് കേൾക്കുന്നത്. നേരത്തെ തന്നെ മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ ചില ആളുകളെ കൂടുതൽ ഇടപഴകാൻ അനുവദിച്ച് ഈ മണ്ഡലം ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നൊക്കെയുള്ള തന്ത്രമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയി? അഭിലാഷ്, BJPക്ക് ഒരു കാലഘട്ടത്തിലും കിട്ടാൻ സാധ്യതയില്ലായിരുന്ന വോട്ടുകൾ, BJPക്ക് കടന്നു ചെല്ലാൻ സാധ്യതയില്ലായിരുന്ന സമൂഹങ്ങൾ, ആ ജനവിഭാഗങ്ങളിലേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ വേണ്ടി BDJS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഞങ്ങളുടെ അടുത്തോട്ട് വരുമ്പോഴേക്കും അതെങ്ങനെയാണ് അഭിലാഷ് ബാധ്യതയായി മാറുന്നു എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുന്നത്? അത് താങ്കൾ ബാധ്യത എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു മുതൽക്കൂട്ട് എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ സഖ്യകക്ഷികൾ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും, ചർച്ച ചെയ്യും. സഖ്യകക്ഷികൾ സീറ്റുകൾ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള, അവർക്ക് നല്ല സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യാൻ സാധ്യതയുള്ള സീറ്റുകൾ ചോദിക്കുന്നത് പുതുമയാണോ? അങ്ങനെയാണല്ലോ ചോദിക്കേണ്ടത്. BDJSന് വിജയിക്കുമെന്ന് ഉത്തമ വിശ്വാസമുള്ള സീറ്റുകൾ അവർ ചോദിക്കും. ആ സീറ്റുകൾ ഒരുപക്ഷെ BJPക്ക് നല്ല സീറ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ചർച്ച നടക്കുമ്പോഴാണ്, ആരോഗ്യപരമായ ഒരു ചർച്ച നടക്കുമ്പോഴാണ് ജനാധിപത്യത്തിന് കരുത്തു കൂടുന്നത്, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത്. ഒരു കാര്യം അഭിലാഷ് സമ്മതിക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ, അത് ഗോവിന്ദൻ മാഷും സുരേഷ് ബാബു സാറും ഒക്കെ സമ്മതിക്കുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ BJPക്ക് ഇങ്ങനെ ഒരു കക്ഷിയുമായിട്ട് ചർച്ച ചെയ്യാൻ പോലും കേരളത്തിൽ സാഹചര്യമില്ലായിരുന്നു. ഒരു 10 വർഷം മുമ്പ് ഒരു സഖ്യകക്ഷി ചർച്ച എന്ന് BJP നടത്തുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ചിരിക്കുമായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന സഖ്യകക്ഷി ചർച്ച ഒരുപക്ഷെ LDFും UDFും നടത്തുന്നതിനെ പോലെയോ അതിനേക്കാൾ അപ്പുറമോ ആരൊക്കെയായിട്ടാ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ബാദുഷ തങ്ങളാണ് മത്സരിക്കാൻ പോകുന്നത്. തങ്ങൾ കുടുംബത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ, മലപ്പുറം മണ്ഡലത്തിൽ. അതോടൊപ്പം തന്നെ PC തോമസിനെ ഉൾപ്പെടെയുള്ള, മുൻ കേന്ദ്രമന്ത്രി PC തോമസിനെ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സമുദായത്തിനിടയിൽ നല്ല സ്വാധീനമുള്ള MP-ആയി NDA പാനൽ വിജയിച്ചിട്ടുള്ള PC തോമസിന്റെ കേരള കോൺഗ്രസ്, ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള BDJS, KPMSന്റെ നേതാവ് TV ബാബു ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള നല്ല ജനകീയ അടിത്തറയുള്ള സമുദായങ്ങളുമായി, നേതാക്കന്മാരും സംഘടനകളുമായി നീണ്ടു നിൽക്കുന്ന സഖ്യകക്ഷി ചർച്ചകൾ കേരളത്തിൽ BJPക്ക് നടത്താൻ സാധിക്കുന്നു എന്ന് വരുന്നത് തന്നെ കേരളത്തിലെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് BJPക്ക് വളരെ വലിയൊരു സാധ്യത തുറന്നു കിട്ടി എന്നുള്ളതാണ്. ആ ചർച്ചകൾക്ക് ദിവസങ്ങളെടുക്കും. ആ ദിവസങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി ഞങ്ങളുടെ സംസ്ഥാന ദേശീയ നേതാക്കന്മാർ തയ്യാറാണ്. അപ്പോൾ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് കേരളത്തിൽ BJP കടന്നു വന്നിരിക്കുന്നു. ഒന്ന്, സുരേഷ് ബാബു സാറോട് പറഞ്ഞു, BJP പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ പല സ്ഥാനാർത്ഥികളെയും മാറ്റിമറിച്ചു. ഞങ്ങൾ സാധ്യതാ പട്ടിക പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെയും BJP മാറ്റിമറിയിച്ചിട്ടില്ല. ചില സീറ്റുകളിൽ അവകാശവാദങ്ങൾ വന്നിട്ടുണ്ട്, സ്വാഭാവികമാണ്. ഞങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും. ഇവിടെ 19 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്ന 29 ലക്ഷം വോട്ടായി മാറി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഒരു 40 ലക്ഷം വോട്ടാക്കി മാറ്റാൻ എങ്ങനെ സാധിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അടിത്തട്ടിൽ എണ്ണയിട്ട യന്ത്രം പോലെ ഞങ്ങളുടെ പ്രവർത്തകർ വലിയ പ്രതീക്ഷകളാണ് BJPക്ക്. ഇവിടെ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, കോൺഗ്രസ് കാണുന്നത് രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കാനുള്ള ആത്മവിശ്വാസം ഇത്തവണ CPIM-നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ ബാഹ്യമായ പല പരിഗണനകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്നത് അതുകൊണ്ടാണ് എന്നവർ UDF മുന്നണിയിൽ ഇരുന്ന് നിരീക്ഷിക്കുന്നു. ശരിയാകുമോ? അത് ഈ പണ്ട് ഈ കുറുക്കം പറഞ്ഞ പോലെയാണ്, മുന്തിരിങ്ങ പുളിക്കുന്നു. ചാടിച്ചാടി കിട്ടാതിരിക്കുമ്പോൾ കുറുക്കം പറഞ്ഞല്ലോ, ഇത് ഈ മുന്തിരിങ്ങ പുളിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് സംഭവം. ഓരോ പാർട്ടിക്കും അവരവരുടെ നിലപാടുണ്ട്. എൻ്റെ പാർട്ടിയുടെ നിലപാട് വെച്ചുകൊണ്ട് കോൺഗ്രസിനെയോ അതുപോലെ BJPയോ അളക്കാൻ ശ്രമിക്കുന്നത് അതായിരിക്കും എല്ലാവർക്കും അറിയില്ലേ.
ഇവിടെ ഞങ്ങൾ 1957 കേരളം രൂപപ്പെട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 7 സ്വതന്ത്രന്മാരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ട്. സ്വതന്ത്രന്മാർ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും ഭാഗമായിട്ട് സ്വതന്ത്രന്മാർ കഴിഞ്ഞ പ്രാവശ്യം 9 പേര് മത്സരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും മത്സരിക്കും, ഇനി അടുത്ത പ്രാവശ്യവും മത്സരിക്കും. ഞങ്ങളുടെ ജനകീയ അടിത്തറ പറഞ്ഞാൽ കുറേ കാലമായിട്ട് പ്രവർത്തിച്ചവർക്കെല്ലാം ഒരു ഇനാം കൊടുക്കുന്നത് പോലെ, നീ ഇത്രയും കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ MLA ആയിക്കോ, നീ ഇത്രയും കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ അടുത്ത ഗ്രേഡ് മന്ത്രി ആയിക്കോ, ഇങ്ങനെ തീരുമാനിക്കുന്ന പാർട്ടിയൊന്നുമല്ല CPIM എന്നുള്ള കാര്യം ശ്രീ സുരേഷ് ബാബുവിന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിൽ ഒരു ബദൽ നയം വെച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ ബദൽ നയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഈ കേരളത്തിൻ്റെ പരിച്ഛേദം പോലെ എല്ലാ ജനവിഭാഗങ്ങളെയും അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നിലപാട് ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ സ്വീകരിക്കും. അതിൽ സാഹിത്യകാരന്മാരുണ്ടാവും, കലാകാരന്മാരുണ്ടാവും, എഴുത്തുകാരുണ്ടാവും, അതുപോലെ തന്നെ സിനിമാക്കാരുണ്ടാവും, സംവിധായകരുണ്ടാവും, നിരവധി തലങ്ങളിലുള്ളവരുണ്ടാവും, അവരുമായി ബന്ധപ്പെടുന്നവരുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ നിർത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് ബാബു കണ്ടെത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് 100 കണക്കിന് ഇപ്പോൾ 140 കൊണ്ടു, അത് ഞങ്ങളുടെ മത്സരിക്കുന്ന സീറ്റും കൂടി എടുത്ത് പരിശോധിച്ചാൽ 90, 92, 93 ഒക്കെ ആയിരിക്കും. ആ സീറ്റിൻ്റെ അകത്ത് മാത്രമല്ല, അങ്ങനെയുള്ള 100, 120, 200, 300 സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിവുള്ള കേഡർ സമ്പത്തുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. പക്ഷേ ഞങ്ങളെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മത്സര രംഗത്തേക്കല്ല, മത്സരിക്കുന്നതിനോടൊപ്പം തന്നെ മത്സരരംഗത്ത് ഉണ്ടാവരുത് എന്ന് പാർട്ടി തീരുമാനിക്കുന്ന ഒരുപാട് കേഡർമാരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കേഡർമാർ തന്നെയുണ്ട്. അങ്ങനെയുള്ള 100 കണക്കിന് വരും. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടി ചേർത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ശേഷവും എല്ലാം മുന്നോട്ടേക്ക് പോകേണ്ടത്. അതുകൊണ്ട് ചിലരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ഇന്ന ആളുകൾ മാത്രമേ മത്സരിക്കേണ്ടതുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ തന്നെ ഇനി ഒരുപാട് ആളുകൾ മത്സരിക്കാനുണ്ട്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന്, അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സഖാക്കളിൽ നിന്ന് എത്ര ആൾ പങ്കെടുക്കണം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ആരൊക്കെ മത്സരിക്കണം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലാത്ത മത്സരിക്കാത്ത നിരവധി കേഡർമാർ, ഉത്തമന്മാരായ പാർട്ടി നേതാക്കന്മാരായിട്ട് പ്രവർത്തകന്മാരായിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരും അവരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇനി അവരെല്ലാം മത്സരിക്കട്ടെ, അസംബ്ലിയിൽ മത്സരിക്കട്ടെ, പാർലമെൻറ്റിൽ മത്സരിക്കട്ടെ, മന്ത്രിയാവട്ടെ, അങ്ങനെ തീരുമാനിക്കുന്ന പാർട്ടിയല്ല CPIM എന്ന് കൃത്യമായിട്ട് സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുന്നത്. ശരി, അതാണ് മത്സരത്തെ കുറിച്ചുള്ള CPIMന്റെ നിലപാട്. ശ്രീ എ സജീവൻ, CPIM കൂടുതൽ പൊതുസമ്മതരെ തേടുന്നതിൽ അസ്വാഭാവികത കാണാനില്ല. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ പുരോഗമിക്കുമ്പോൾ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ വിധത്തിൽ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ സ്വാധീനം ഈ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടോ? പലയിടത്തു നിന്നും കേൾക്കുന്നത് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകളല്ല. ഈ മത സാമുദായിക വിഭാഗങ്ങളുടെ നോമിനികൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാണ് എന്നുള്ളതാണ്. ചില ഗ്രൂപ്പുകൾ ഇപ്പോൾ മലയോര സംരക്ഷണ സമിതി, കർഷക സമിതി, ഹൈറേഞ്ച് വികസന സമിതി എന്നൊക്കെയുള്ള പേരുകളിൽ അവരുടേതായ ആളുകളെ രംഗത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ച് മുന്നിലുണ്ട് താനും. കൂടുതൽ സമ്മർദ്ദ ഗ്രൂപ്പുകൾ വരുന്ന തെരഞ്ഞെടുപ്പാകുമോ ഇത്? തീർച്ചയായിട്ടും സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്നുള്ള ഒരു വാക്കിൽ മാത്രം ഒതുക്കേണ്ടതില്ല. ഇത് സാമുദായിക സമ്മർദ്ദ ഗ്രൂപ്പുകളാണ്. അത് 3 മുന്നണികളെയും ഒരേപോലെ ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം UDF-ൽ വളരെ ശക്തമായ രൂപത്തിൽ ഇപ്പോൾ മാണി വിലപേശൽ നടത്തുന്നത് എന്തുകൊണ്ടാണ്? മാണി വളരെ ശക്തമായിട്ട് വിലപേശൽ നടത്തുന്നു. സാധാരണഗതിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ദുർബലരാണ് കേരള കോൺഗ്രസ് എം, അത് നമുക്കറിയാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കുറേ നേതാക്കന്മാർ പോയിരിക്കുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ 3 കേരള കോൺഗ്രസുകൾ ചേർന്നതായിരുന്നല്ലോ KM മാണിയുടെ പുതിയ കേരള കോൺഗ്രസ് ഉണ്ടായത്. അതിലെ ഒരു വിഭാഗത്തിൻ്റെ നേതാവായ PC ജോർജ് പോയി. മറുവിഭാഗത്തിൽ ജോസഫ് ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായിട്ടുള്ള 4 പേരങ്ങ് മാറി. ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ ദുർബലരായിട്ട് പോലും അവർ വിലപേശുന്നത് ഈ സാമുദായികമായ പിന്തുണയുടെ പ്രശ്നം തന്നെയാണ്. മറുപക്ഷത്ത് ഇതേപോലെ BJP ഇപ്പം രാജേഷ് പറഞ്ഞതനുസരിച്ചിട്ട് PC തോമസിനുൾപ്പെടെയുള്ള ആളുകളെ ഞങ്ങൾ വളരെ ശക്തരായിട്ടുള്ളത് പറയുന്നത് കൊണ്ടാണ്. അവർക്ക് ആ മേഖലയിൽ നിന്നും കുറേ വോട്ട് വേണം, ഈ മുസ്ലിം മേഖലയിൽ നിന്നും കുറേ വോട്ട് വേണം. അതിനുള്ള ശ്രമമാണ്. അപ്പോൾ അതിന് വേണ്ട രൂപത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവർ ചെയ്യും. LDF-ൻ്റെ കാര്യത്തിലും LDF ഭയക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഗോവിന്ദൻ മാഷ് പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഇത്തവണ അധികാരം കിട്ടിയില്ലെങ്കിൽ അത് സാധാരണഗതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരാജയമായിരിക്കില്ല, വലിയ തിരിച്ചടിയായിരിക്കും
ബംഗാളിലുണ്ടായതുപോലെ കുറേ കാലത്തേക്ക് ഭരണനഷ്ടമുണ്ടാകുന്ന രൂപത്തിൽ പാർട്ടിയുടെ വേരില്ലാതാവുന്ന രൂപത്തിൽ ഒരവസ്ഥയുണ്ടാകും. കാരണം ഇവിടെ കേരളം വളരെ ശക്തമായ രൂപത്തിൽ സാമുദായിക ധ്രുവീകരണത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് എങ്ങനെ നിലനിൽക്കണം? ഇവിടെ ഭൂരിപക്ഷ സമുദായത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് BJP നിൽക്കുന്നു. ഇപ്പോൾ രാജേഷിനെ സംബന്ധിച്ച പോലെ അവർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത പല മേഖലയിലുമുള്ള ആളുകൾ അവർ തേടിപ്പിടിക്കുകയാണ്. അതോടൊപ്പം തന്നെ UDF അവർ വികസനത്തിൻ്റെ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ ഉള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതേപോലെ സാമുദായികമായിട്ട് മുസ്ലിം വിഭാഗത്തിൻ്റെ നല്ല ശതമാനം പിന്തുണ UDF-നാണ്. ഈ ഘട്ടത്തിൽ അവർ ഈ സാമുദായിക ശക്തികളൊന്നും വേണ്ട, ഞങ്ങൾ പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റുകളുടെ ആദർശത്തിനനുസരിച്ച് നിൽക്കുന്നുവെന്ന് പറഞ്ഞു നിന്നാൽ CPM-നും ഇടതുപക്ഷത്തിനും വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് CPM വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു തരത്തിലുമല്ല, അവർക്ക് നേരത്തെ സ്വാധീനമില്ലായിരുന്ന മധ്യ കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പിന്തുണ തേടുന്നുണ്ട്. അതിൽ പലപ്പോഴും പല സാമുദായിക വിഭാഗങ്ങളും ആവശ്യപ്പെടുന്ന പോലെ, പല സഭകളും ആവശ്യപ്പെടുന്ന പോലെ അവർക്ക് അനുകൂലമായ സ്ഥാനാർത്ഥി വയ്ക്കുന്നത് അതൊക്കെ തന്ത്രം തന്നെയാണ്. നേരത്തെ ആര്യാടനെതിരെ TK ഹംസ എന്ന കോൺഗ്രസ് നേതാവിനെ DCC പ്രസിഡന്റിനെ തെരഞ്ഞുപിടിച്ചിട്ട് മത്സരിപ്പിച്ചില്ലേ, അതേപോലെയുള്ള തന്ത്രം അത് അവർ പയറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തവണ എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചെടുത്തേ മതിയാവോ എന്നുള്ള ആ ഒരു അദമ്യമായിട്ടൊരു ഉണ്ടായില്ലെങ്കിൽ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളിലേക്ക് നയിച്ചേക്കാം. VV രാജേഷ്, എനിക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ അക്കൗണ്ട് തുറക്കുക എന്നതിലുപരി വിരലിലെണ്ണാവുന്ന സീറ്റുകൾ നിർബന്ധമാണ് എന്ന രാഷ്ട്രീയ സാഹചര്യം BJPക്ക് മുന്നിൽ ഉണ്ടല്ലോ. അതിനുവേണ്ടി എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് നിങ്ങൾ തയ്യാറാകും? രാഷ്ട്രീയ ഉപശാലകളിൽ പലതരത്തിലുള്ള വർത്തമാനങ്ങളുണ്ട്. നേരായ വിധത്തിൽ നിങ്ങളുടെ മുന്നണിക്ക് വോട്ടുകൾ കിട്ടുക എന്നതിനപ്പുറത്തുള്ള എന്തെങ്കിലും ബിഹൈൻഡ് ദ കർട്ടൻ ഓപ്പറേഷൻ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അഭിലാഷ്, വിരലിലെണ്ണാൻ സാധിക്കില്ല. കാരണം നമുക്ക് 10 സീറ്റ് മാത്രമേ വിരലിലെണ്ണാൻ സാധിക്കുകയുള്ളൂ. 71 എന്ന് പറയുന്ന ഒരു സംഖ്യ വിരലിലെണ്ണാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ സ്വപ്നം അതാണ്. ബിഹൈൻഡ് ദ കർട്ടൻ സാധ്യമായ ജനാധിപത്യ പ്രക്രിയയിൽ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്തൊക്കെ ചെയ്യാം? ഇപ്പോൾ 283 സീറ്റ് ഞങ്ങൾക്ക് പാർലമെന്റിൽ ലഭിച്ചപ്പോഴേക്കും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരത്തിൽ വിജയിക്കാൻ പ്രയോജനപ്പെടുത്തേണ്ട എല്ലാ മാർഗങ്ങളും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. അത് കേരളത്തിൽ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. ഒരുപക്ഷെ ഞങ്ങളുടെ എതിരാളികളായിട്ടുള്ള ഹിമാലയ സമാനങ്ങളായിട്ടുള്ള LDF UDF മുന്നണികൾക്കിടെ ചിന്തയിൽ വിരിയാത്ത തന്ത്രങ്ങൾ പോലും ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. അതിന് യാതൊരു സംശയവും വേണ്ട. അതിന് നിങ്ങളുടെ സഹായവും ഞങ്ങൾ അഭ്യർത്ഥിക്കും. അല്ല, അതിൽ നിങ്ങളുടെ സഹായവും അഭ്യർത്ഥിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഒരു കോട്ടിലിട്ടാൽ ശ്രീ VV രാജേഷ്, ഇവിടെ കേൾക്കുന്ന ഒരു ഉപശാല വർത്തമാനം LDF ഭയക്കുന്നു, ചില മണ്ഡലങ്ങളിൽ വോട്ട് മറിച്ച് UDF-ന് ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കാനുള്ള സാഹചര്യം BJP ഉണ്ടാക്കും എന്ന്. അതാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ നിങ്ങളുടെയൊക്കെ സഹായം വേണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു 2-3 ദിവസം മുമ്പ് മലയാള മനോരമ പത്രത്തിന്റെ മുകളിൽ വലതുഭാഗത്തൊരു ചിഹ്നം വന്നല്ലോ. ഗോവിന്ദ മാഷ് കണ്ടുകാണുമല്ലോ, സുരേഷ് ബാബു സാർ കണ്ടുകാണുമല്ലോ. അരിവാൾ ചുറ്റികയുടെ പകുതിയും കൈപ്പത്തിയും കൂടി. ഗോവിന്ദ മാഷെ, CPM അംഗീകരിച്ച ചിഹ്നമാണോ ആ ചിഹ്നം? ആ ചിഹ്നം CPM അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങളുമായി ബന്ധമില്ല. പശ്ചിമ ബംഗാൾ ഞങ്ങൾക്ക് സഖ്യമില്ല. താങ്കൾ ആ വാർത്ത പൂർണ്ണമായും വായിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. ശ്രീ VV രാജേഷ്, പശ്ചിമ ബംഗാളിൽ ഇടതുമുന്നണിയും കോൺഗ്രസുമായുള്ള ബാന്ധവത്തെ കളിയാക്കിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസുകാർ വെച്ച പോസ്റ്ററാണ് എന്ന വാർത്തയിൽ പറഞ്ഞിരുന്ന കാര്യം താങ്കൾ വായിക്കാത്തതാണോ അതോ മറന്നതാണോ? ആ വാർത്തയിൽ എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരി ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് ഗോവിന്ദ മാഷ് പറയട്ടെ. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല. അത് മാഷ് പറയട്ടെ. AICC നേതൃത്വം പറഞ്ഞല്ലോ, CPM-മായി ചേർന്നുകൊണ്ട് പശ്ചിമ ബംഗാളിൽ ഗവൺമെന്റ് മന്ത്രിസഭ രൂപീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് AICC നേതൃത്വം പറഞ്ഞപ്പോൾ ഗോവിന്ദ മാഷിന്റെ CPM-ന്റെ ഒരു നേതാക്കന്മാരും അവരെ തള്ളിപ്പറഞ്ഞില്ല. മാഷ് ഇപ്പൊ പറയണം ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്ന്. അപ്പോ അതാണ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, കോൺഗ്രസും CPM-ഉം കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നാണ്, ഞങ്ങളാണ് ബദൽ എന്നുള്ള മുദ്രാവാക്യമാണ് തെരഞ്ഞെടുപ്പിൽ വെക്കാൻ പോകുന്നത്. അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്ന രണ്ട് മുന്നണികളും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വോട്ടൊഴുക്കിന്റെ സാഹചര്യം ഉണ്ടാക്കുക.
ഇവിടെ അക്കൗണ്ട് തുറക്കാൻ തന്നെ പോകുന്നില്ല. രാജേഷൊക്കെ വലിയ അവകാശവാദം സ്ഥിരമായിട്ട് ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് എത്ര പതിറ്റാണ്ടായി. ആ പതിറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമായിരിക്കും ഇത്. ഒരു അക്കൗണ്ടും കേരളം തുറക്കാൻ പോകുന്നില്ല. വലിയ വ്യാമോഹമാണ് ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. അതിനു വേണ്ടിയിട്ട് കളവ് പറയുക എന്നുള്ളതാണ്. രാജേഷും RSSും BJPയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി കളവ് നല്ലതുപോലെ പറയുക എന്നുള്ളതാണ്. അങ്ങനെ കളവ് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ഒരു പ്രശ്നം ഞാനിന്ന് ഉച്ചക്ക് ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസ് ക്ലബ്ബിൽ പോയപ്പോൾ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബിൽ എല്ലാ പത്രപ്രവർത്തകരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ സിന്ധു സൂര്യകുമാർ ഉൾപ്പെടെ അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം രാജേഷ് ഉൾപ്പെടെ പങ്കെടുത്ത ഒരു ചർച്ചയിൽ നിന്ന് അവരൊരു മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം അങ്ങനെ ചെയ്തിരിക്കുന്നു, അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവീകമായ പരിവേഷമുള്ള ദുർഗയെ വേശ്യ അല്ലെങ്കിൽ സെക്സ് മാഫിയയുടെ ഭാഗം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരായിട്ട് അതിശക്തിയായ കടന്നാക്രമം ഫോണിലായാലും അതുപോലെ തന്നെ മറ്റ് വിവിധ മേഖല എടുത്ത് പരിശോധിച്ചാലും ന്യൂ മീഡിയയിലായാലും ഒക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ രാജേഷ് ആ പരിപാടി പങ്കെടുത്ത ആളാണ്. ഇതുവരെ നിഷേധിച്ചോ? എന്തേ നിഷേധിക്കാതെ? കള്ളത്തരം പ്രചരിപ്പിക്കും. ഞാനിന്ന് വീണ്ടും അത് കണ്ടു. അവിടെ ഒരു സെൻറ്റൻസും അവർ ഉപയോഗിച്ചിരുന്നില്ല. കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള RSകാരും BJPക്കാരും അവർക്കെതിരായിട്ട് വധഭീഷണി ഉൾപ്പെടെ നടത്തിയപ്പോൾ എന്തെങ്കിലും സാമാന്യ ബോധ്യം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാന്യത ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് ഈ രാജേഷ് പറയേണ്ടതല്ലേ? കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് RSSന്റെയും BJPയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്സുകാരുണ്ടാക്കിയിട്ടുള്ള ചിഹ്നം സംബന്ധിച്ചിടത്തോളം ഞങ്ങളോട് ഇപ്പോൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുകൊണ്ട് നന്നായി, ഞാനതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അതാണ് ശ്രീ വി വി രാജേഷ്, താങ്കൾ പരാമർശിക്കപ്പെട്ട വിഷയമായതുകൊണ്ട് നമ്മുടെ വിഷയം ആ വിഷയമല്ല എങ്കിൽ പോലും താങ്കൾക്ക് മറുപടി പറയാൻ ഒരു അവസരം നൽകിയിട്ട് എനിക്ക് കോൺഗ്രസിന്റെ നിലപാടിലേക്ക് പോകണം വളരെ പെട്ടെന്ന്. അഭിലാഷ്, പ്രസ് ക്ലബ്ബിൽ നടന്ന ചർച്ച, അതിനാസ്പദമായ വിഷയത്തെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻ അവർ വളരെ വ്യക്തമായി അല്ല മാഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, വളരെ വ്യക്തമായി അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. ആ ചർച്ച നയിച്ച ചർച്ചയുടെ ആങ്കറെ വിളിച്ച് ആ ദിവസം തന്നെ ആങ്കറുമായി ഫോൺ സംസാരിച്ചപ്പോൾ ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി. ഒന്ന്. രണ്ട്, ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറായിട്ടുള്ള ഷാജഹാനെ ഇത് കണ്ണൂരാണ്, കണ്ണൂരിൽ വന്ന് കളിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇനിയും വാങ്ങും എന്ന് മാഷിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ശ്രീ P ജയരാജൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് ഞാൻ ഇന്നും കേട്ടതാ. മാഷെന്തേ മറുപടി പറയാത്തത്? പച്ചക്കള്ളം ആരാ പ്രചരിപ്പിക്കുന്നത്? CPM അല്ലേ ഇക്കാര്യങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ആ വിഷയങ്ങളിലേക്ക് വിശദമായി പോകാൻ സമയമില്ല. രാജേഷ്, ഉന്നയിക്കപ്പെട്ട വിഷയത്തിന് താങ്കളുടെ മറുപടി പറഞ്ഞല്ലോ. ശ്രീ സുരേഷ് ബാബു, ഇവിടെ BJP പ്രതീക്ഷിക്കാത്ത ചില നീക്കങ്ങൾ നടത്തുമെന്ന് അവകാശപ്പെടുക മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത ചില സോഷ്യൽ ഫോർമേഷൻ എന്ന് പറയാവുന്ന വിധത്തിൽ പ്രതീക്ഷിക്കാത്ത ചിലത് ഉണ്ടാകും എന്നവർ വല്ലാതെ സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ ഒന്ന്, പ്രത്യേകിച്ച് ഒരു സാമുദായിക ധ്രുവീകരണം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉള്ളപ്പോൾ കേരളത്തിലും ഉണ്ടാകാമല്ലോ. അതുവഴി അവർക്ക് ഈ പറയുന്നത് പോലെ 4 or 5 സീറ്റും കിട്ടാം. ഭയപ്പെടുന്നുണ്ടോ അങ്ങനെ? അല്ല അഭിലാഷ്, ഞാൻ ഇതിനകത്ത് ഞാൻ ഇതിനെ വളരെ പെർസ്പെക്റ്റീവായിട്ട് നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ശ്രീ രാജേഷിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, രാജേഷ് ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയം എന്താണ്? 2 MP-മാരുണ്ടായിരുന്നൊരു പാർട്ടിയാണ് BJP. ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിൽ 2 MP-മാർ, അതും ആ ഒരു സ്റ്റാൽവേർട്ടിസമുള്ള നേതാക്കന്മാർ, ശ്രീ അടൽ ബിഹാരി വാജ്പേയി, ശ്രീ ലാൽകൃഷ്ണ അദ്വാനി, അവർ 2 പേരാണ് ജയിച്ചു വന്നത്. ആ പാർട്ടി ഒരു 20-25 വർഷക്കാലം നിരന്തരമായി ജനങ്ങളുടെ ഇടയിൽ അധ്വാനിച്ച് ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് എടുത്തു കാണിച്ച് അതിനെതിരായി സമരം ചെയ്ത് ജനങ്ങളെ സംഘടിപ്പിച്ച് ഇന്ന് ഇന്ത്യ ഭരിക്കാൻ പ്രാപ്തതയോടുകൂടി ഒറ്റയ്ക്ക് പാർലമെന്റിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒറ്റയ്ക്ക് RSSന്റെയും BJPയുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. എന്തിനാണ് കേരളത്തിൽ ഈ കുറുക്കുവഴി? എന്തിനാണ് ഈ കേരളത്തിൽ ആവശ്യമില്ലാത്ത കുറുക്കുവഴി BJP സ്വീകരിച്ചത്? കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ തിക്തഫലം
നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളുള്ള ഒരു തിക്തഫലം അവർ അനുഭവിക്കാൻ പോവുകയാണ്. അവർക്കിതിന് തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 1,00,000 വോട്ടിനേക്കാൾ 10 ലക്ഷങ്ങളിൽ കുറയുകയോ അല്ലെങ്കിൽ ശതമാനം കണക്കിൽ താഴോട്ട് വരികയോ ചെയ്യുകയല്ലാതെ ഇപ്പോഴിവരുണ്ടാക്കുന്ന മുന്നണി വെച്ച് അവർക്ക് ഒരു നേട്ടവും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങൾക്കതിനകത്ത് അക്കാര്യത്തിൽ ഒരു ഭയവുമില്ല. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. മുന്നണികൾ അവരുടെ പ്രതീക്ഷകളും സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും സംബന്ധിച്ച നിലപാടുകളും വിശദീകരിച്ചു കഴിഞ്ഞു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ VV രാജേഷ്, ശ്രീ A സജീവൻ.